പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 76, 77, 78 തിരുവചനങ്ങൾ. നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപഭവനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തുനിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക് അടുത്തു വരുന്നതായ ദിവസങ്ങളാണ്. കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആലപിച്ച പ്രവചനഗീതമാണിത്. യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും അവൻ്റെ പാത നിരപ്പാക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ടവനാണ്. അതും സക്കറിയ പുരോഹിതനും എലിസബത്തിനും മക്കളില്ലാതിരുന്ന പശ്ചാത്തലത്തിൽ നിരന്തരമായി അവർ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത അവസ്ഥയിൽ ഏതാണ്ട് പടുവൃദ്ധതയിലായിരുന്നപ്പോൾ സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തിക്കൊണ്ടിരിക്കെ പുരോഹിതന് ദൈവത്തിൻ്റെ വെളിപ്പാട് മാലാഖ മുഖാന്തരം ഉണ്ടാകുകയാണ്. വാസ്തവത്തിൽ പുരോഹിതൻ്റെ പ്രാർത്ഥന, ചെറുപ്പം മുതലുള്ളതായ മക്കളെ പ്രതിയുള്ളതായ പ്രാർത്ഥന ഉപേക്ഷിച്ച് കാണും. കാരണം വാർദ്ധക്യത്തിലെ ഇനി ഒരു കുഞ്ഞിനെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ അവസ്ഥയിലാണ് പുരോഹിതന് ദൈവത്തിൻ്റെ അരുളപ്പാട് മാലാഖ മുഖാന്തരം ലഭിക്കുന്നത്. നിന്റെ ഭാര്യ എലിശുബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നുള്ള അരുളപ്പാട് ഒരു തരത്തിലും സക്കറിയാവിന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവസേനയിൽ നിരന്തരമായിട്ട് സമർപ്പിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മടുത്തു പോകാറുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതായ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നതായ ഒരു അവസ്ഥ വരെ സംഭവിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ സക്കറിയ പുരോഹിതൻ ഈ ബോധ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ മാലാഖ വാർദ്ധക്യത്തിൽ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉദരബലം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നതും അതിൻ്റെ ശിക്ഷയായിട്ട് സക്കറിയ പുരോഹിതൻ ഊമനായിട്ട് മാറുന്നതും. ഏതായാലും എലിശുബ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുകയാണ്. അന്ന് പതിവനുസരിച്ച് 8-ാം ദിവസം ചേലാകർമ്മം നടത്തുവാനും കുഞ്ഞിന് പേരിടുവാനുമായിട്ടും അവർ തയ്യാറാകുകയാണ്. അങ്ങനെ ദേവാലയത്തിൽ കുഞ്ഞിനെ സമർപ്പിച്ച് അന്നത്തെ രീതി അനുസരിച്ച് പിതാവിൻ്റെ പേരാണ്
കുഞ്ഞിന് നൽകേണ്ടത്, മൂത്ത കുഞ്ഞിന് നൽകേണ്ടത്. അതുകൊണ്ട് കുഞ്ഞിന് സഖറിയ എന്ന് പേരിടണമെന്ന് ബന്ധുക്കള് ആഗ്രഹിച്ചപ്പോൾ എലീശുവ വിളിച്ചു പറയുകയാണ് അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. വാസ്തവത്തിൽ ഇതൊരു വിചിത്രമായ സംഭവമാണ്. കാരണം എലീശുവ യോഹന്നാനെ ഉദരത്തിൽ പേറിയപ്പോൾ സഖറിയാവിന് സംസാരശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതൊന്നും സഖറിയാവിന് എലീശുവയുമായിട്ട് പങ്കുവയ്ക്കുവാനുമായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ എലീശുവയിലൂടെ സംസാരിച്ച് അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നത്. ജനമെല്ലാം അതിനെ എതിർത്തപ്പോൾ, അതായത് പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് നാമകരണം നടക്കുവാനായിട്ട് അവർ സമ്മതിക്കാതെ വന്നപ്പോൾ എലീശുവ സഖറിയാവിനോട് ആലോചന ചോദിക്കുകയാണ്, ആംഗ്യം കാട്ടി. കാരണം സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് പൊതുവെ അറിയാവുന്നതുപോലെ സംസാരശേഷി നഷ്ടപ്പെടുന്നവർക്ക് കേൾവി ശക്തിയും നഷ്ടപ്പെടുക പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് എലീശുവ ആംഗ്യം കാട്ടി ഇവനെന്ത് പേരിടണം എന്ന് സഖറിയാവിനോട് ചോദിക്കുന്നത്. അപ്പോൾ സഖറിയ ഒരു എഴുത്തുപലക വാങ്ങി അതിൽ ഇവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് എഴുതി കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടല്, അതായത് എലീശുവയിൽ കൂടെ വെളിപ്പെടുത്തിയതായ ആ സത്യം സഖറിയാവ് ആവർത്തിക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഒരേ തരത്തിൽ തന്നെയായിരിക്കും ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ദൈവിക പദ്ധതി ജീവിതത്തിൽ നടപ്പാക്കുവാൻ തക്കോണം ഇവിടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയായിരുന്നു. പലപ്പോഴും ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് കാതോർക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനോ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ അടിസ്ഥാനപരമായ വിളി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറ്റുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്കറിയാം, ശമരിയക്കാരി സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുന്ന സമയത്ത് ശിഷ്യന്മാര് അവൻ ആഹാരം വാങ്ങിക്കുവാനായിട്ട് പോയിരിക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ, ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് ദാഹജലം ചോദിച്ചപ്പോൾ അവളതിനെ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. കാരണം യഹൂദന്മാരും ശമരിയക്കാരുമായിട്ട് അന്ന് സമ്പർക്കമില്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാര് ഈ ശമര്യയ്ക്ക് പുറമെ യഹൂദയിൽ തന്നെ തിരിച്ചു ചെന്ന് കർത്താവിന് ആഹാരവും ശേഖരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോഴവർ കാണുന്ന കാഴ്ച ഈ ശമരിയക്കാരി സ്ത്രീയുമായിട്ട് കർത്താവ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ സംഭവമാണ്. ശിഷ്യന്മാർ കർത്താവിനെ ആഹാരം കഴിക്കുവാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു ആഹാരം എനിക്കുണ്ട്. അതൊന്നും മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ആഹാരം തന്നെ, ഭക്ഷണം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടം നിറവേറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവേഷ്ടത്തിന് എലീശുവയും സഖറിയാവും തയ്യാറാകുന്നത്. ദൈവേഷ്ടം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വന്നപ്പോൾ
സക്കറിയാവിന് ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു എങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് സക്കറിയാവിനെ നടത്തിയപ്പോൾ, അതായത് അവൻ്റെ ഭാര്യ എലിശബ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു, അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവന് നാമകരണം നടത്തുവാനായിട്ട് തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇവിടെ സക്കറിയ പുരോഹിതൻ സ്ഥിരീകരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നു. സക്കറിയ എന്ന് പേരിടേണ്ടതിന് പകരം കേട്ടുകേഴ്വിയില്ലാത്ത, പാരമ്പര്യത്തിൽ ആർക്കുമില്ലാത്തതായ ഒരു നാമം യോഹന്നാൻ എന്ന പേര് ആ കുഞ്ഞിന് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ കൃപ എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതായ ആ സത്യം നിറവേറുവാനായിട്ട് അവിടെ തയ്യാറായപ്പോൾ സക്കറിയാവിൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുന്നു. പലപ്പോഴും ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ കെട്ടപ്പെട്ടവരായിട്ട് മാറുക. ദൈവേഷ്ടത്തിന് അനുകൂലമായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നതായിട്ട് നമുക്കറിയാം. നമ്മളിതിനെ പലപ്പോഴും ബന്ധനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ്. അത് ശാപദോഷങ്ങൾ എന്നൊക്കെ ഉള്ള പേരിൽ പലപ്പോഴും മറ്റുള്ളവരെ മുതലെടുക്കുവാനായിട്ട് സുവിശേഷകർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇവിടെ സക്കറിയ പുരോഹിതൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ട് ആഴങ്ങളിലേക്ക്, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവൻ്റെ ബന്ധനം അവിടെ അഴിയുന്നു. അവന് നഷ്ടപ്പെട്ടു പോയ സംസാരശേഷി അവന് തിരിച്ചു കിട്ടുന്നു. സംസാരശേഷി തിരിച്ചു കിട്ടിയതായ സക്കറിയാവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആലപിക്കുന്നതായ ഒരു പ്രവചന ഗീതം, അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടതായ തിരുവചന ഭാഗത്തിൻ്റെ പ്രസക്ത ഭാഗം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതായ ഒരു അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നാം നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നാം നിറയപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഇന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളെ പ്രതി വേദനിക്കുന്നതായ ആളുകളാണ് അധികവും. അതിനാണല്ലോ നിരാശ എന്ന് പറയുന്നത്. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വേദനപ്പെട്ട് നടക്കുന്നതായ ആളുകളുണ്ട്. ആകുലതകൾ, ഉത്കണ്ഠകളുമായിട്ട് നടക്കുന്നതായ ആളുകൾ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരാശപ്പെടുകയും നടക്കാത്ത കാര്യങ്ങളെ പ്രതി നമ്മൾ ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് ഇവിടെ സക്കറിയാവിന് ലഭിച്ചതുപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കണം. വിശ്വാസത്തിൽ ആഴപ്പെടുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അതേപടി പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ സക്കറിയാവ് വിളിച്ചു പറയുകയാണ്, നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവന് ജനത്തിന് പാപഭവനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി നീ അവന് മുമ്പായി നടക്കും. പ്രിയമുള്ളവരെയും, യോഹന്നാൻ സ്നാപകന്റെ ദൗത്യത്തെക്കുറിച്ചാണ് ഇവിടെ സക്കറിയ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. അതായത് യോഹന്നാനെ കർത്താവ് പരമേൽപ്പിക്കുന്നതായ ആ ഉത്തരവാദിത്വം, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ ആയിരിക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ
അവൻ്റെ പാത നിരപ്പാക്കുവാനായിട്ടാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതായ വെളിപ്പെടുത്തൽ. ഇത് യോഹന്നാൻ സ്നാപകനിൽ മാത്രം സംഭവിക്കേണ്ടതായൊരു വെളിപ്പെടുത്തലല്ല. നാം ഓരോരുത്തരും കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും അവൻ്റെ പാത നിരപ്പാക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ രക്ഷാകരമായ ജന്മപെരുന്നാളിലേക്ക് നാം അടുത്തു വരുന്നതായ നാളുകളിൽ അവൻ്റെ പാത നിരപ്പാക്കുവാൻ, അവനെ വഴിയൊരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടതായ ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായ നമ്മുടെ വിളി ഇതാണെന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ദൗത്യമായിട്ട്, ഉത്തരവാദിത്വമായിട്ട് നാം ഏറ്റെടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ ജനനം ജനഹൃദയങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുക. അതുകൊണ്ട് യോഹന്നാൻ ദൗത്യം എന്ന് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയുമ്പോൾ കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും അവൻ്റെ പാത നിരപ്പാക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കും. അതായിരിക്കണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായ ഒരു വെല്ലുവിളി എന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. വീണ്ടും പുരോഹിതനോട് വിളിച്ചു പറയുകയാണ്, ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം പരത്തുവാനുള്ളതായ ഉത്തരവാദിത്വം. യോഹന്നാൻ പ്രസംഗിച്ചത് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് ഇതായിരുന്നല്ലോ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. ഇത് പ്രവാചകന്മാരുടെ എല്ലാം പ്രസംഗം ഇത് തന്നെയായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. കാലഘട്ടത്തിൻ്റെ ഒരു ദൗത്യമാണിത്. ഈ ഉത്തരവാദിത്വം, ഈ പ്രസംഗം സമൂഹത്തിൽ മാറ്റലിക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ അധരങ്ങളെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്നു മുതൽ എന്ന് പറയുന്നത് യോഹന്നാൻ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു എന്ന് കേട്ടാറെ യോഹന്നാന്റെ ദൗത്യം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു. യോഹന്നാന്റെ നാവുകളെ നിശ്ചലമായപ്പോൾ കർത്താവ് തൻ്റെ നാവുകളെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നു. പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ തുടങ്ങി മാലാഖി പ്രവാചകൻ കഴിഞ്ഞ് 400 വർഷം കഴിഞ്ഞ് അവതരിച്ച പ്രവാചകന്മാരിലെ അവസാന കണ്ണിയായ യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് നൽകിയെങ്കിൽ യോഹന്നാന്റെ നാവുകൾ നിലച്ചപാടെ കർത്താവ് ആ ദൗത്യം ഏറ്റെടുത്തു. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആ ദൗത്യം പകർന്നു കൊടുക്കുകയാണ്. ലോകമൊക്കെയും പോയി ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനുള്ളതായ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ പരമേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തൻ്റെ ശിഷ്യന്മാര് ഇന്ന് സുവിശേഷകർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും നൽകുന്നതായ ദൗത്യവും ഇത് തന്നെയാണ്. അപ്പോസ്തോലിക ദൗത്യം. സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട നാം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രഘോഷണം സമൂഹത്തിൽ പ്രചരിക്കുമ്പോഴാണ് അന്ധകാരത്തിലിരിക്കുന്നവർക്ക്, ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് അത് പ്രകാശമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ സൃഷ്ടിയിൽ ആദ്യമായിട്ട് പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത്. പലപ്പോഴും നമ്മളൊക്കെ അവകാശപ്പെടുന്നത് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണെന്നാണ്. എന്നാൽ സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് 4-ാം ദിവസമാണെങ്കിൽ ആദ്യ ദിവസമാണ് ദൈവം പ്രകാശം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം പ്രകാശമായതുകൊണ്ടാണ് ദൈവത്തിന് പ്രകാശത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചത്. ആ പ്രകാശമാണ് ഇന്ന്
സൂര്യനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ആ പ്രകാശം നമ്മിലൂടെ സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് സുവിശേഷ ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് ജനം അന്ധകാരത്തിൽ, എന്തിനു പറയുന്നു, നാമും അന്ധകാരത്തിലായിരിക്കുന്നു. പിന്നെ എങ്ങനെയാ പ്രകാശം നൽകുവാനായിട്ട് സാധിക്കുക? ദൈവം പ്രകാശമാണ് എങ്കിൽ ആ പ്രകാശമാണ് നമ്മളിലേക്ക് സൂര്യനിൽ കൂടെ പ്രതിഫലിക്കുന്നത് എങ്കിൽ ആ ദിവ്യപ്രകാശം നമ്മളിലൂടെ അന്ധകാരത്തിലും മരണനിഴലിലുമായിരിക്കുന്നവർക്ക് പ്രകാശം പരത്തുവാൻ തൊക്കെ മുഖാന്തരമാക്കണം. ഇന്ന് സമൂഹത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ എവിടെ നോക്കിയാലും അസ്വസ്ഥതകളാണ്. ഏത് രംഗത്ത് നോക്കിയാലും സ്വസ്ഥതയില്ല. അസമാധാനത്തിൻ്റെ കരാളഹസ്തത്തിലായി ഇന്ന് മനുഷ്യൻ പിടഞ്ഞമരുന്നത്. അതിനൊരു അറുതി വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ആ ദിവ്യപ്രകാശം നാം ഒന്ന് ഏറ്റെടുത്തേ, ആ ദിവ്യപ്രകാശം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തേ, അനേകരെ ഇരുളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, മരണത്തിൻ്റെ ആ ഭയത്തിൽ നിന്ന്, ഭീതിയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് വാർത്താമാധ്യമങ്ങൾ നോക്കിയാൽ ദുർമരണങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുക. മനുഷ്യരെ ഭീതിപ്പെടുത്തുന്നതായ തരത്തിലുള്ളതായ വാർത്തകൾ. പണ്ടൊക്കെ അത് സായാഹ്ന പത്രങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതായ അതുപോലുള്ള വികലമായ വാർത്തകൾ ഇന്ന് സാധാരണ വാർത്താ മാധ്യമങ്ങളിൽ കുത്തി നിറച്ചിരിക്കുകയാണ്. ഈ മരണത്തിൻ്റെ നിഴല് എന്ന് പറയുന്നത് ഭീതികരമായ ഒരു അനുഭവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അത് മുതലെടുത്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ പോലും അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഉള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, മരണ നിഴല് എന്ന് പറയുന്നത് അതിനെ സർഗാത്മകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. മരണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, അല്ലലുകളും അലച്ചിലുകളും ഇല്ലാത്ത, വേദനകളില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള യാത്രയാണ് മരണനിഴൽ എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യം സമൂഹത്തിന് ലഭിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ സഹധർമ്മിണി ക്യാൻസർ രോഗം ബാധിച്ച് 10 വർഷത്തോളം മരണത്തോട് മല്ലിട്ട് നടന്നതായ വേളകളിൽ ഞങ്ങൾ ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുവാനായിട്ട് ഇടയായി. ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ മരണത്തെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാനുള്ളതായ വലിയ കൃപയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഈ രോഗം തന്ന ദൈവമേ നിനക്ക് 1000 നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ദൈവം കൃപ കൊടുത്തു. അത് ധ്യാന ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു അത്. അതുപോലെ മരണനിമിഷത്തിൽ ഞാൻ ഇന്ന് എൻ്റെ കർത്താവിനെ നിഴലെന്ന പോലെയാണെങ്കിൽ കാണുന്നത് എങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിനെ ഇനി മുഖാമുഖം കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ വരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, അപ്പോൾ മരണനിഴല് എന്ന് പറയുന്നത് ഒരു ഭീതികരമായ അനുഭവമല്ല. പലപ്പോഴും നമ്മൾ മരണത്തെ ഭീതികരമായിട്ട് നമ്മൾ കാണുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാന പ്രശ്നം. ജീവിതത്തിലെ പ്രതിസന്ധികളെ, ജീവിതത്തിലെ ദുഃഖങ്ങളെ, ജീവിതത്തിലെ സഹനങ്ങളെ ഒക്കെ നമുക്ക് പ്രത്യാശയോടെ കാണുവാനായിട്ട് സാധിക്കണം. നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതിസന്ധികൾ എന്ന് തന്നെയായിരുന്നാലും, ഒരിക്കലും അതിന് പരിഹാരമില്ല എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ആയിത്തീർന്നാലും, പ്രിയമുള്ളവരെ, ഈ ദിവ്യപ്രകാശം നമ്മളിലേക്ക് സ്ഫുരിക്കുമ്പോൾ നമുക്ക് സത്യം കണ്ടെത്തുവാനായിട്ടുള്ള കൃപ ലഭിക്കും. അതുകൊണ്ട് ഇന്ന് ആധുനിക സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് സത്യം കണ്ടെത്തുവാനും ആ സത്യത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനുമായിട്ടുള്ളതായ ഒരു കൃപയാണ്. ആ ഒരു ദിവ്യാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാം മഹത്വപ്പെടുമാറാകട്ടെ. പിതൃത്വവിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ നിമിഷം ഞങ്ങളോട് നീ ഇടപെടുകയായിരുന്നല്ലോ. കർത്താവ്, സത്യം കണ്ടെത്തുവാനും സത്യത്തിൽ ആത്മാവിലും നിന്നെ ആരാധിക്കുവാനും സമൂഹത്തെ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാനും തക്കോണം ആ യോഹന്നാൻ്റെ ദൗത്യം ഞങ്ങളെ നീ ഭരമേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.